ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴയും കണ്ട പോലെ തന്നെ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മറ്റൊന്നുമല്ല, ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്, അത് ബീഫ് വെച്ചിട്ട്. അപ്പം തീർച്ചയായിട്ടും ആരും മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ പോകും. അതിനുവേണ്ടി നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കുന്ന ബീഫാണ് മെയിനായിട്ടും വേണ്ടത്. ബീഫ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു കുക്കർ എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം തോർന്ന്, ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം അതിനെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിരുന്നു. നമ്മളതിലേക്ക് ഒരു കുക്കർ എടുത്തിട്ട് ആ വെള്ളം തോർന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബീഫിൻ്റെ ആ ഒരു ബീഫ് കണ്ടോ, അഴുക്കൊക്കെ കളഞ്ഞ് നല്ല സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏകദേശം 1 കിലോ ഇറച്ചിയാണ്, ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇതിനെ നമുക്ക് വെള്ളമൊന്നും ഇല്ലാതെ, ഒരു തുള്ളി വെള്ളം നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. ഈ ബീഫിലുള്ള വെള്ളം തന്നെ ഇറങ്ങി ഇത് ഒന്ന് നമ്മളൊരു 4 വിസിൽ ഇതിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂണും കൂടി ഇട്ടു. നമ്മളിനി ഇത് ഉപ്പിടും, ആവശ്യത്തിന് ഉപ്പിടും ഇടണം. അപ്പോൾ ആ ഉപ്പിട് ഇട്ട ശേഷം ഇത് അടച്ച് നമ്മളിതൊന്ന് ഒരു 4 വിസിൽ നേരത്തിലേക്ക് 4 വിസിലാകുന്ന നേരത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് അതിനു മുമ്പ് ഈ പൊടിയെല്ലാം കൂടെ നമ്മൾ ഈ ബീഫിലേക്ക് നല്ലതായിട്ട് കൈ ഉപയോഗിച്ച് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് നേരെ അടുപ്പിലേക്ക് കുക്കറൊക്കെ അടച്ച ശേഷം അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തീയൊക്കെ കത്തിച്ച് കുക്കറൊക്കെ അടച്ച് നല്ല സെറ്റാക്കി ഒരു 4 വിസിൽ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് പണികളുണ്ട്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതിപ്പോൾ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ തന്നെ നല്ല പച്ചമുളക്. അപ്പം വെളുത്തവനായ വെളുത്തുള്ളിയും നല്ല എരിവുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ നമ്മളെടുത്തിട്ട് അതിൻ്റെ തൊലിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞ്, അപ്പോൾ നമ്മളതൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൈയൊന്നും മുറിയാതെ ശ്രദ്ധിച്ചരിയണം. അപ്പോൾ ഇഞ്ചി അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നീളത്തിൽ വേണം നമുക്ക് അരിയാൻ. ചെറിയ കുഞ്ഞായിട്ട് അരിയലും നല്ല നീളത്തിൽ അരിയണം. നമുക്ക് അച്ചാറിൻ്റെ അകത്തൊക്കെ നമുക്കൊന്ന് എന്താ പറയുക, അതെല്ലാം കൂടെ സെറ്റായി വരുമ്പോൾ ഒന്ന് കടിച്ച് തിന്നുന്ന രീതിയിൽ നല്ല സെറ്റായി. അതുപോലെ നമ്മുടെ മുളകാണെങ്കിൽ പോലും നമ്മൾ 4ആയിട്ട് കീറി, നടുക്കൂടെ കീറി 4ആയിട്ട് മുറിച്ചാൽ മതി, 4 പീസാകുന്ന രീതി. അതുപോലെ വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇട്ടു. വലിയ വെളുത്തുള്ളികളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓരോരോ മുറിവും കൂടെ മുറിച്ച് വെളുത്തനായ വെളുത്തുള്ളിയും കൂടെ നമ്മളങ്ങനെ സെറ്റാക്കി ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വേറൊരു സെറ്റപ്പ് ഒരു മസാല തയ്യാറാക്കി എടുക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ പാത്രം എടുത്തു. പാത്രത്തിലേക്ക് നമ്മളൊരു 4 ടീസ്പൂൺ നമ്മൾ മുമ്പേ ഉപയോഗിച്ച അതേ മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ആ മുളക് പൊടി ഇട്ട ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് വിനാഗിരി നമുക്ക് കുറച്ച് ഒഴിക്കണം. വിനാഗിരി ഒഴിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ ഇടണ്ട, നമുക്ക് വീണ്ടും എണ്ണ ചൂടാകുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഉലുവാപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഈ മുളക് പൊടിയുടെ കൂടെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഉലുവാപ്പൊടി ഇട്ട ശേഷം നമുക്ക് ഇനിയും കുറച്ച് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിച്ച് ഇതൊന്ന് നല്ലതായിട്ട് ഇളക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്ക് ആ മസാലയൊന്ന് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ആ ബീഫ് വേകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സമയങ്ങളുണ്ട്. അപ്പം നമുക്ക് അച്ചാർ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൂളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റില്ല, ധൃതി പിടിക്കൊന്നും വേണ്ട. നമുക്ക് നിസ്സാരം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബീഫ് വേകേണ്ട ഒരു താമസമേ ഉള്ളൂ. എനിവേ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ വിനാഗിരി ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മുടെ ആ മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ബീഫ് എന്തായെന്ന് നോക്കാം. നമുക്ക് ഈ സമയത്ത് നമുക്ക് കുക്കറൊന്ന് തുറക്കാം. ആവി വറക്കുന്നുണ്ട്. എന്താ സാറേ, എന്താ മണമെന്നറിയാമോ? ആവി വറക്കും. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ തീ കത്തിച്ച് ആ വെള്ളം പറ്റുന്ന അത്ര നേരത്തേക്ക് നമുക്കതൊന്ന് തീ കത്തിച്ച് വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് വേറൊരു പാത്രം വെച്ച് നമുക്കിതിലേക്ക് 1 ലിറ്റർ എണ്ണയാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ 1 ലിറ്റർ റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതാണ്, പക്ഷേ നമുക്ക് അധിക നാൾ അച്ചാറിട്ട് വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ബീഫ് അച്ചാറൊന്നും നമ്മുടെ വീട്ടിൽ വെച്ചാൽ പെട്ടെന്ന് തീരും, അത് വേറെ കാര്യം. എന്തായാലും ഞാനിപ്പം സൺഫ്ലവർ ഓയിൽ എടുത്തു. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തവനായ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും പിന്നെന്താ പറയുക, മുളകും, പിന്നെ നമുക്ക് കേരളക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന്
വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ആ ബീഫിലെ വെള്ളം പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് വറുത്ത് കോരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തേക്കുന്ന ഉള്ളിക്കകത്തും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ മുളകും ഇതിൻ്റെ അകത്തൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് വന്ന് വറുക്കുമ്പോഴത്തേന് വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് പോയിട്ട് നമുക്ക് പെട്ടെന്ന് കേടുകൂടാതെ നമ്മുടെ ബീഫ് അച്ചാറിന് കുറച്ചുകൂടെ ലൈഫ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ എല്ലാം വറുത്ത് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കാണാൻ പറ്റുമല്ലോ. അപ്പം വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ വറുത്ത് കോരി. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് നോക്കണം, ബീഫ് എന്ത് അവസ്ഥയായെന്ന്. അപ്പോൾ ബീഫിൻ്റെ വെള്ളമെല്ലാം പറ്റിയെങ്കിൽ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മളത് ആ ബീഫ് അങ്ങോട്ട് കോരിയിട്ട് അതുകൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ദേ കണ്ട നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റി സെറ്റായിട്ടുണ്ട് മക്കളെ. നമുക്കിത് അങ്ങോട്ട് എണ്ണയിലൊക്കെ അങ്ങോട്ട് നേരെ കോരി ഇവനെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ ബീഫ് ആ തിളച്ചെടുക്കുന്ന എണ്ണയിലേക്ക് കണ്ട ചൂട് പാറുന്ന ബീഫാണ്. ഇത് നമ്മളങ്ങോട്ട് എണ്ണയിലോട്ട് ഒഴിക്കുകയാണ്, എണ്ണയിലേക്ക് ഇടുകയാണ്. ഇട്ട് ശേഷം നമ്മൾ സെറ്റായിട്ട് വറുത്തങ്ങോട്ട് കോരിയെടുത്ത പിന്നെ എൻ്റെ സാറേ നമ്മൾ അച്ചാറിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണണം. ഇനിയും കുറച്ച് സെറ്റപ്പ് പരിപാടികൾ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ബീഫ് ഒന്ന് വറുത്ത് നമ്മൾ 2 ഇതായിട്ടാണ് ഈ ബീഫിനെ വറുത്ത് കോരുന്നത്. അപ്പോൾ ഒരുമിച്ച് ഈ പാത്രത്തിൽ ബീഫ് മൊത്തം കൂടെ വറുത്ത് കോരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബീഫ് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് നേരം കൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് ബാക്കി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഫ്രൈ ആയി വരുന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കോരി തിന്നാൻ അങ്ങോട്ട് തോന്നുന്നു. എന്നാലും നമുക്ക് അച്ചാർ ഉണ്ടാക്കണ്ടേ. അപ്പം നമുക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഈ ഫ്രൈ ചെയ്ത ബീഫിനെ ഇങ്ങനെ പതുക്കെ കോരി അതിലോട്ട് ഇടാം. അപ്പം നമുക്കങ്ങനെ ആ ആദ്യത്തെ സെക്ഷൻ വറുത്ത് കോരിയ ശേഷം നമുക്ക് ബാക്കി ഇരിക്കുന്ന ആ ബീഫും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. എന്തായാലും ഒരു അപാര മണം തന്നെയാണ്. വെളുത്തവനായ വെളുത്തുള്ളിയും പച്ചക്കളറുള്ള നമ്മുടെ കരിവേപ്പിലയും അതുപോലെ എരിവുള്ള ആ ഇഞ്ചിയും മുളകും അതിൻ്റെ മണ്ടയ്ക്കോട്ട് ബീഫും കൂടെ കിടക്കുമ്പോൾ എന്താ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് വരുന്നതെന്നറിയാമോ. അപ്പം നമുക്ക് പെട്ടെന്ന് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് അച്ചാറാക്കാൻ നോക്കിക്കാൻ സമയമില്ല. അപ്പം നമുക്ക് ബാക്കി മുഴുവൻ ബീഫ് ഇതുപോലെ നമ്മളൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് പോകാം. ബീഫ് കിടക്കുന്നത് കണ്ടോ, നല്ല ഫ്രൈ ആയി നല്ല ജ്യൂസി ആയിട്ടാണ് ബീഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അധികം ടെൻഡറായിട്ട് നമുക്ക് വറുത്ത് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഭയങ്കര കട്ടിയാണ്. നമുക്ക് തിന്നുമ്പോൾ ഒക്കെ അച്ചാറായി കഴിഞ്ഞാൽ തിന്നുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളൊരു 10 മിനിറ്റ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേണ്ട ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിലേക്കാണ് നമ്മുടെ ബീഫ് അച്ചാർ ഇതിലാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ബാക്കി വന്ന എണ്ണ നമ്മുടെ പാത്രത്തിൽ ഫ്രൈ ചെയ്ത എണ്ണ ഇരിപ്പുണ്ട്. ആ എണ്ണ തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ എണ്ണയൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട, വെള്ളം ഉപയോഗിക്കരുത്. വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് ലൈഫ് കിട്ടത്തില്ല, പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ നമ്മൾ ഈ എണ്ണ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഞാൻ ഏകദേശം ഒരു 4 തവിയുള്ള എണ്ണ അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അതിനുശേഷം കുറച്ച് കടുക് കൂടെ പൊട്ടിച്ച ശേഷം നമ്മൾ കുറച്ച് മുമ്പേ ഒരു മുളക് പൊടിയും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരു ചെറിയൊരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കൂട്ടും കൂടാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എണ്ണ അങ്ങോട്ട് പെടുപെടാൻ ഊറ്റി ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് അങ്ങോട്ട് വാരി പൊട്ടിച്ച ശേഷം നമ്മുടെ മുളക് പൊടി ഉണ്ടാക്കി വെച്ചേക്കുന്ന മുളക് പൊടിയും വിനാഗിരിയും കൂടെ ഉള്ള ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇട്ട ശേഷം ഒന്ന് ഇളക്കിയ ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് കടുക് വാരി ഇട്ടിട്ടുണ്ട്. കടുക് വാരി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ആ മുളക് പൊടിയും ഉലുവാപ്പൊടിയും വിനാഗിരിയും കൂടെ ഉള്ള ആ കൂട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ച് വെച്ചേക്കുന്ന ആ കൂട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിട്ട ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. മിക്സ് ആക്കിയ ശേഷമാണ് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ്, അതുപോലെ തന്നെ വെളുത്തവനായ വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പില, മുളക്, ഇഞ്ചി എല്ലാം കൂടി ഇതിലിട്ട് നമ്മൾ സെറ്റാക്കി നമ്മുടെ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. ബീഫ് അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ് മച്ചന്മാർ. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് തന്നെ നോക്കണം. നമുക്കിപ്പോൾ 1 കിലോ ഉണ്ടാക്കണമെന്നില്ല, 1/2 കിലോ ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യും. തീർച്ചയായിട്ടും അടിപൊളി കിടു സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു തവിയിട്ട് നല്ലതായിട്ട് അതൊന്നും അതിൻ്റെ അകത്തെ ആ എന്താ പറയുക, നമ്മൾ ആ ഒഴിച്ച വിനാഗിരിയുടെ കണ്ടൻറ്റൊക്കെ ആ തിളയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീഫും എല്ലാം കൂടെ അതിലേക്ക്
ഇടാൻ പോവാണ്. എല്ലാം മുഴുവൻ സാധനം കൂടെ ഇട്ടോണം. അത് ഇന്നൊന്നുമില്ല, എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചായിട്ടേക്കുന്നത്. മുഴുവൻ സാധനം കൂടെ അതിലേക്ക് നമ്മൾ ഇട്ട് മച്ചന്മാരെ ഇട്ട ശേഷം നമുക്ക് അപാര മണം തന്നെയാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ബീഫ് വായിലിടാൻ പല നമ്മുടെ അനിയന്മാരും ഒക്കെ പിള്ളേരൊക്കെ വന്ന് നമ്മൾ ഓടിച്ച് വിട്ടിട്ട് അച്ചാറിനകത്ത് പിന്നെ ബീഫ് കാണത്തില്ല. എന്തായാലും നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കുഴാന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് ഒരു പ്രാവശ്യം വേണ്ട, നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മൾ മുമ്പേ എടുത്ത മസാല മുളക് പൊടി എടുത്ത പാത്രത്തിലേക്ക് കുറേ കൂടെ വിനാഗിരി ഒഴിച്ച് എല്ലാം കൂടെ ഒക്കെ നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ അകത്തിരിക്കുന്ന മുളക് പൊടിയും എല്ലാം കൂടെ ഇളക്കി ഇതിലേക്ക് ഒഴിക്കണം. അതിന് മുമ്പ് നമുക്ക് ഉപ്പിടാൻ മറക്കല്ല. ഉപ്പ് മെയിൻ ഘടകമാണ്. അച്ചാറിന് നല്ല ഉപ്പ് വേണം. അപ്പം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് വാരി ഇടുക. എത്ര വേണമെങ്കിലും ഇട്ടോ, നിങ്ങളുടെ ആവശ്യത്തിനേ ഇടാവുള്ളൂ. പിന്നെ എന്നെ കുറ്റം പറയല്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട ശേഷം നമ്മൾ അത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ല ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് അച്ചാർ റെഡിയാണ്. ഒരു രക്ഷയില്ല മച്ചന്മാരെ, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ കരിയാപ്പിലയുടെ കുറേ കോലും അതിൻ്റെ അതൊക്കെ കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ എടുത്ത് വാരിക്കളയാം. എന്തായാലും ഒരു രക്ഷയില്ല. നല്ല ജ്യൂസി ആയിട്ട് നല്ല ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തു. നല്ല ഒരു രക്ഷയില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായി കൊതി ഊറുന്നുണ്ടാവും. എന്തായാലും ഇത് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഊറ്റി കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ മുമ്പ് എടുത്ത പാത്രം തന്നെയാണ്. അതിൻ്റെ സൈഡിലൊക്കെ കുറേ മുളക് പൊടിയൊക്കെ ഇരുന്നതിനും അതെല്ലാം കൂടെ നല്ല കഴുകി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി എണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഉപ്പും അതുപോലെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഇതിൽ ബീഫ് നിങ്ങൾ തയ്യാറാക്കി എടുത്താൽ തീർച്ചയായിട്ടും അടിപൊളി അച്ചാർ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ വെള്ളം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു തുള്ളി തൊട്ടിട്ടില്ല. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അച്ചാർ ഒത്തിരി നാളൊന്നും ഇരിക്കത്തില്ല. ഇതൊന്നും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇളക്കി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയിലെ രീതിയിൽ ഇതൊന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് തണുത്ത ശേഷം ഒരു വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് വേണം ഇത് മാറ്റി സൂക്ഷിക്കാനും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനെടുത്ത് നമുക്ക് എന്താ പറയുക, അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് വെക്കത്തില്ല വീട്ടിലൊന്നും. ഇത് ഉണ്ടാക്കിയാൽ കൂടി വന്നാൽ 1-2 ദിവസം ഇരിക്കത്തില്ല. അതിനിപ്പുറം 1 കിലോ ഒക്കെ തീർന്നു പോകും. ആ ഒരവസ്ഥയാണ്. നമ്മൾ കയറി ഇറങ്ങി തിന്നും. ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകാതിരിക്കത്തില്ല. എന്തായാലും ബീഫ് ഇഷ്ടപ്പെടാത്തവരല്ല മലയാളികൾ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ല കൊച്ചന്മാരെ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്താലും ഞങ്ങളിടുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് തണുത്ത ശേഷം ട്രൈ ചെയ്ത് തിന്നൊക്കെ നോക്കാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലും കൂടെ എത്തിക്കണം. അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കല്ല്. എന്താ അത് കണ്ടോ, എന്നാ കൺസിസ്റ്റൻസി ആണെന്ന് നോക്കിയേ. നല്ല ജ്യൂസി ആയിട്ട്, തീർച്ചയായിട്ടും ഇത്രയും ടെൻഡറായിട്ടൊന്നുമല്ല നമ്മൾ ബീഫ് കിട്ടിയ, കറക്റ്റ് പാകത്തിന് നല്ല ജ്യൂസി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് 3 ഒക്കെ ഓഫ് ചെയ്ത് നമുക്ക് എന്താ പറയുക, തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.